ന്യൂസ് ടെൻസിനി കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മത്സരത്തിന്റെ വിശദാംശങ്ങളിലേക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് 2020 ലോകകപ്പിൽ ഇന്ത്യ വിജയപ്രതീക്ഷയോടെ മുന്നേറുന്ന ഒരു ടീമാണ് എങ്കിൽ അതിന് തിരിച്ചടിയുണ്ടാകുന്ന ഒരു സാഹചര്യം ആണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് സിംബാബ്വേക്ക് എതിരെ മത്സരിക്കാൻ ഇറങ്ങുന്ന ടീമിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന സൂചനകൾ ഇപ്പോൾ പുറത്തുവരുന്ന സാഹചര്യമുണ്ട്. കാരണം ഇനിയുള്ള മത്സരങ്ങൾ നിർണായകമാകുന്നു എന്നത് മാത്രമല്ല, ജയപരാജയങ്ങളുടെ റൺ റേറ്റുകളും മറ്റുമൊക്കെ ഏറെ നിർണായകമാകുന്ന സാഹചര്യമുണ്ട്. ഒപ്പം മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പോഴും പറയേണ്ടത് സഞ്ജു സാംസന്റെ പേരാണ്. സഞ്ജുവിന് ടീമിൽ ഏതെങ്കിലും പോരായ്മയുണ്ടായാൽ അത് മുന്നോട്ടുള്ള പ്രയാണത്തെ ബാധിക്കുന്ന സാഹചര്യം. അപ്പോൾ അത്രയും ശക്തമായൊരു ടീമാണ് ഇന്ന് പോരാട്ടത്തിനായി ഇറങ്ങേണ്ടത്. ആ നിലയിലുള്ള സാധ്യതകൾ എങ്ങനെയാണ്? നമുക്ക് പറയാം, സൂപ്പർ 8 ഒരു പക്ഷേ ഇന്ത്യക്ക് ഏറ്റവും ശക്തി കുറഞ്ഞ എതിരാളികളാണ് സിംബാബ്വെ. അപ്പൊ അതുകൊണ്ട് തന്നെ സിംബാബ്വെക്കെതിരായ മത്സരത്തിൽ ഇന്ത്യക്ക് വലിയ ടെൻഷൻ ഉണ്ടാവില്ല. പക്ഷെ എന്നാൽ പോലും പറയുന്നത് ഇങ്ങനെയാണ്, അതായത് സെമിയിലോട്ട് കടക്കണമെങ്കിൽ ഇന്ത്യക്ക് കുറച്ചധികം പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ഒക്കെ ശരിയാക്കേണ്ടതുണ്ട്, കുറച്ച് കാൽക്കുലേഷൻ ഒക്കെ എടുക്കണം. അപ്പൊ ആ കാൽക്കുലേറ്റർ ആരംഭിക്കുന്നത് ഇന്ത്യയുടെ മത്സരത്തിന് മുന്നേ, അതായത് ഇന്ന് വൈകുന്നേരം 3 മണിക്ക് സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് മത്സരത്തിൽ നിന്ന് ആരംഭിക്കുകയാണ് ഇന്ത്യയുടെ കാൽക്കുലേറ്റർ പരിപാടി. നമുക്ക് ഇന്ത്യയുടെ ആസ്പെക്ടിൽ നിന്ന് വരാം. ഇന്ത്യക്ക് സെമി ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആണെങ്കിൽ എന്തൊക്കെ ചെയ്യണം? അധികം കൺഫ്യൂഷൻസ് ഇല്ലാതെ സ്ട്രേറ്റ് ആയിട്ട് പറയാം. ഇന്ത്യ അടുത്ത 2 മത്സരങ്ങൾ ജയിക്കണം. അതായത് ഇന്ന് നടക്കാൻ പോകുന്ന സിംബാബ്വെക്കെതിരായ മത്സരം, 1-ാം തീയതി നടക്കാൻ പോകുന്ന വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരം. അത് മാത്രം മതിയോ? പോരാ. എന്താ വേഗം നടക്കേണ്ടത്? ഇന്ന് സൗത്ത് ആഫ്രിക്ക വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക ജയിക്കണം. അതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സൗത്ത് ആഫ്രിക്ക ജയിച്ച് ഇന്ത്യ അടുത്ത 2 മത്സരങ്ങളും ജയിക്കുകയും വേണം. ഇനി നെറ്റ് റൺ റേറ്റ് എങ്ങനെയാ വരുന്നത്? സൗത്ത് ആഫ്രിക്ക വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് അഥവാ ജയിച്ചാൽ ഇന്ത്യക്ക് അപ്പോൾ നെറ്റ് റൺ റേറ്റ് പണി കിട്ടും. ഇനി അഥവാ സൗത്ത് ആഫ്രിക്കയാണ് ഇന്നത്തെ വെസ്റ്റ് ഇൻഡീസ് മത്സരത്തിൽ ജയിക്കുന്നതെങ്കിൽ ഇന്ത്യക്ക് വലിയ പാടൊന്നുമില്ല, അടുത്ത 2 മത്സരങ്ങൾ ജയിച്ചാൽ മതി. വെസ്റ്റ് ഇൻഡീസ് അടുത്ത മത്സരം തോക്കുകയും കൂടെ വേണം. അപ്പൊ ഇങ്ങനത്തെ 2 പ്രശ്നങ്ങൾ ആണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത്. ഇപ്പൊ സൂചിപ്പിച്ച പോലെ തന്നെ സഞ്ജു സാംസന്റെ കാര്യം, ഒരുപക്ഷെ നമീബിയക്കെതിരായ മത്സരത്തിൽ അഭിഷേക് ശർമ്മയ്ക്ക് വയ്യാത്തതിനെ തുടർന്നാണ് സഞ്ജു കളിക്കാനായി ഇറങ്ങിയത്. ഇന്നൊരു പക്ഷെ അങ്ങനെ ആർക്കും വയ്യായികയോ പ്രശ്നങ്ങളോ ഒന്നും കൊണ്ടല്ല സഞ്ജു ഇറങ്ങുന്നത്. ഒരു ഉറപ്പായിട്ട് റിങ്കു സിംഗ് മാറി നിൽക്കുകയാണ്, അദ്ദേഹത്തിന്റെ അച്ഛന് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം റിങ്കു സിംഗ് ക്യാമ്പിൽ നിന്നും മാറി നിൽക്കുന്നത് കൊണ്ട് സഞ്ജു വരുന്നു എന്നൊരു കൊണോട്ടേഷൻ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യ ടോപ്പ് ഓർഡർ ഫയർ ചെയ്യുന്നില്ല. കഴിഞ്ഞ 5 മത്സരങ്ങൾ നമ്മൾ എടുത്ത് നോക്കിയാൽ പോലും ഒരു സ്റ്റഡി പാർട്ട്ണർഷിപ്പ് ഇല്ല. ഒരു ഫസ്റ്റ് വിക്കറ്റ് പാർട്ട്ണർഷിപ്പ് ഇന്ത്യക്ക് ലാക്ക് ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ അഭിഷേക് ശർമ്മ പുറത്താവും, അല്ലെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ ഇഷാൻ കിഷൻ പുറത്താവും. അങ്ങനെ ഒരു ഓപ്പണിംഗ് വിക്കറ്റ് കൂട്ടുകെട്ട് ഇന്ത്യക്ക് ഇല്ല. അതായത് തുടക്കത്തിൽ അവിടെ ഹരി, ഈ പലപ്പോഴും ഇന്ത്യയുടെ പ്ലെയർമാരുടെ പട്ടിക നോക്കുമ്പോൾ സാധാരണ നിലയിൽ നമുക്ക് ആർക്കാണ് അവസരം കൊടുക്കാൻ പറ്റുക എന്നത് സംബന്ധിച്ചായിരുന്നു ആശയക്കുഴപ്പമുണ്ടാവുക. അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ പ്ലെയേഴ്സിന്റെയും പ്രകടനം നോക്കിയാൽ ആ നിലയിൽ മികവ് പുലർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷെ ഇവിടെ ഒരു ടീമിന്റെ കോംബോ എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പൊ സൂര്യകുമാർ യാദവ് പ്രസ് മീറ്റിൽ പറഞ്ഞത് പ്ലെയേഴ്സ് തിളങ്ങാതിരിക്കും, പക്ഷെ അവരെ നമ്മൾ ബാക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നാണ്. പക്ഷെ ആ ബാക്ക് ചെയ്യുന്നത് എന്ത് കോസ്റ്റിലാണെന്നൊരു ചോദ്യം കൂടിയുണ്ട്. കാരണം ഇതൊരു സാധാരണ ടൂർണമെന്റ്, ഒരു ബയലാട്രൽ സീരീസ് ഒന്നും അല്ല, ഇതൊരു T20 മഹാ ലോകകപ്പാണ്. അപ്പോ 2-3 മത്സരങ്ങൾ ഒരു പ്ലെയർ ഫയർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ റെസ്റ്റ് കൊടുക്കുക, മറ്റൊരു പ്ലെയേഴ്സിനെ അനുവദിക്കുക എന്നത് തന്നെയാണ് ഏവരും പറയുന്ന ഒരു കാര്യം. പക്ഷെ അങ്ങനെയല്ല നമ്മൾ കണ്ടത്. ഇപ്പോഴും ICC T20 റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് അഭിഷേക് ശർമ്മ തന്നെയാണ്. അപ്പോൾ അഭിഷേകിനെ അങ്ങ് വിട്ടുകൊടുക്കാൻ ഇന്ത്യൻ ക്യാമ്പ് തയ്യാറാകുന്നില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ വരാൻ പോകുന്ന ഒരു മാറ്റം നമുക്ക് സഞ്ജുവിന്റെ പെർസ്പെക്ടീവിൽ നിന്ന് പറയാം. സഞ്ജു ടീമിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും സഞ്ജു ഓപ്പണറായിട്ട് കളിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ഓപ്പണിംഗിൽ ഇറങ്ങും. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഇഷാൻ കിഷൻ എന്ത് ചെയ്യും? ഇഷാൻ കിഷൻ അടുത്ത വിക്കറ്റിൽ ഇറങ്ങും. ഇഷാൻ കിഷൻ ഓപ്പണിംഗിലായിക്കോട്ടെ, ഇന്ത്യൻ 3-ൽ സ്പെക്ടാക്കുലർ പെർഫോമൻസ് ആണ് ഇഷാൻ കിഷൻ ഇന്ത്യക്ക് വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ളത്. സയ്യിദ് മുസ്തഖ് അലി ട്രോഫിയിലും എല്ലാത്തിനും അത് തന്നെയാണ്. ഇഷാൻ കിഷന് ആദ്യത്തെ 3 ഓർഡറിൽ എപ്പോ വേണമെങ്കിലും ഇറങ്ങാൻ കേൾപ്പുള്ള ഒരാളാണ്. അപ്പോൾ ഇഷൻ ഇന്ത്യൻ 3-ൽ ഇറക്കിയാൽ സൂര്യകുമാർ പൊസിഷൻ മാറാതെ ഇന്ത്യൻ 4-ൽ ഇറങ്ങുന്നു. തിലക് വർമ്മയെ 4-ലോ 5-ലോ വരെ ഇറക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം തിലക് വർമ്മയ്ക്ക് ഇന്ത്യൻ 3 പൊസിഷൻ ഒട്ടും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല എന്നത് ഈ ടൂർണമെന്റിൽ നിന്നും വ്യക്തമാണ്. ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ പരിക്ക് അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതിനു മുമ്പ് ഏഷ്യ കപ്പിലൊക്കെ ഗംഭീരമായ പ്രകടനം ഇന്ത്യക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടുള്ള പ്ലെയറാണ് തിലക് വർമ്മ. അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ കുറച്ച് കാണുന്നതല്ല. പക്ഷെ ഈ T20 ലോകകപ്പിൽ അദ്ദേഹത്തിൽ നിന്നും കിട്ടേണ്ടത് എന്താണോ അതിന്റെ 10% പോലും ഇന്ത്യക്ക് കിട്ടാത്തതിന്റെ എല്ലാ പ്രശ്നവും ഉണ്ട്. ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് USA-ക്കെതിരെ മാത്രം തിളങ്ങിയതും ഇന്ത്യക്ക് ഒരു തലവേദനയാണ്. അപ്പൊ ഈ ടോപ്പ് 4 ബാറ്റർമാരിൽ ഒരു പരീക്ഷണം ഉണ്ടാവേണ്ട ഘട്ടമുണ്ട്. പക്ഷെ അഭിലാഷ് ഒരു ഫണ്ണി ഫാക്ട് പറയാം. ഇതുവരെ ഇന്ത്യയുടെ ഒരു വിക്കറ്റിൽ പോലും 25 റൺസിന് മുകളിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഈ ടൂർണമെന്റിൽ ഉടനീളം ഇന്ത്യക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. അത് മറ്റുള്ള ടീമുകൾ വെച്ച് നോക്കുമ്പോഴേക്കും ഏറ്റവും കുറവാണ്. അതായത് ഒരു വിക്കറ്റ് പാർട്ട്ണർഷിപ്പ് 25 റൺസിന് മുകളിലേക്ക് പോകുന്നില്ല. അതാണ് ഇന്ത്യയുടെ ലോസ് ഓഫ് വിക്കറ്റ്സിന്റെ ടെന്യൂർ കാണിക്കുന്നത്. അതായത്
ഒന്ന് സെറ്റ് ആകുമ്പോഴേക്കും അടുത്ത വിക്കറ്റ് പോകും എന്നുള്ള ഈ ടോപ്പ് ഓർഡറിന്റെ പതനം ഇന്ത്യയെ വല്ലാതെ ബാധിക്കുന്നുണ്ടെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴാണ് ഇന്ത്യയിൽ നിന്നൊരു വ്യത്യാസം വേണ്ടത്. ഇപ്പോഴും എല്ലാ ടീമുകളും അവരുടെ പ്ലേയിങ് 11 സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഇന്ത്യ ഇപ്പോഴും ഇപ്പൊ കഴിഞ്ഞ ദിവസം ബാറ്റിംഗ് കോച്ചായ കൊട്ടക്കിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നി. അതായത് ഇന്ത്യയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്, ഇന്ത്യയിൽ ചേഞ്ചസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു പ്ലേയിങ് 11 ഇപ്പോഴും എനിക്ക് സെറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നത് പ്രശ്നമാണ്. അക്സർ പട്ടേലിനെ കഴിഞ്ഞ മത്സരത്തിൽ നിന്നും മാറ്റിയത് ഞെട്ടലോടെ കണ്ട ഇന്ത്യൻ ആരാധകർ എന്തായാലും അക്സർ പട്ടേലിനെ തിരികെ കൊണ്ടുവരാതെ ഇരിക്കാൻ വേറെ വഴിയില്ല. ഈ മത്സരത്തിൽ വാഷിംഗ്ടൺ സുന്ദറിന് പകരം അക്സർ പട്ടേൽ ഇറങ്ങാൻ സാധ്യതയുണ്ട്, സഞ്ജുവും ഇറങ്ങും റിങ്കുവിന് പകരം എന്നതാണ് കോൾ എന്ന് പറയുന്നത്. പക്ഷെ ആ ടോപ്പ് ഓർഡർ ഫയർ ചെയ്യണം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സിംബാബ്വെ സംബന്ധിച്ചിടത്തോളം ബ്രയൻ ബെനറ്റ് എന്ന അവരുടെ ഓപ്പണിംഗ് ബാറ്റർ ഉണ്ട്. സിംബാബ്വെക്ക് ഇതുവരെ അങ്ങ് സ്റ്റാൻഡ് നിന്ന പ്ലെയർ ആണ്. സിംബാബ്വെക്ക് അവരുടേതായ സ്ട്രെങ്ത്തുകളുണ്ട്, വീക്ക്നെസ്സുകളുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ 107 റൺസിന്റെ ദയനീയ പരാജയം ഏറ്റുവാങ്ങിയിട്ടാണ് സിംബാബ്വെ ഇന്നത്തെ മത്സരത്തിൽ ഇറങ്ങുന്നത്. ഇന്ത്യയും ആവട്ടെ 76 റൺസിന്റെ ദയനീയ പരാജയം ഏറ്റുവാങ്ങിയിട്ടാണ് വരുന്നത്. അങ്ങനെ രണ്ട് വലിയ മാർജിനുള്ള തോൽവികൾ ഏറ്റുവാങ്ങിയ രണ്ട് ടീമുകളാണ് ഇന്ന് ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിലേക്ക് വരുന്നത്. ഒരു ഫ്ലാറ്റ് ട്രാക്ക് എന്നതാണ് നിലവിൽ ക്യൂറേറ്റർമാർ നൽകുന്ന ഒരു സൂചന. അതുകൊണ്ട് തന്നെ ഒരു ബാറ്റിംഗ് വിക്കറ്റ് ആയിരിക്കും. സഞ്ജുവിന് ഒരു ഹോം ഗ്രൗണ്ട് പോലെയാണ്, കാരണം ഇനി വരാൻ പോകുന്ന IPL ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ടാണ് സഞ്ജു കളിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഹോം ഗ്രൗണ്ടിൽ സഞ്ജു IPL മുന്നേ വന്ന് കളിക്കാൻ പോകുന്ന കളി അതെങ്ങനെയായിരിക്കും സഞ്ജു പെർഫോം ചെയ്യാൻ പോകുന്നതെന്ന് വളരെ ഉറ്റുനോക്കുന്ന ഒരു ടീം ഒരു രീതിയിലും കൂടിയാണ് നിലവിൽ നോക്കുന്നത്. ബട്ട് അപ്പാർട്ട് ഫ്രം പ്ലേയേഴ്സ് ഒരു ടീം സ്പോർട്ടാണ്. ഇന്ത്യ ക്വാളിഫൈ ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഒരുപക്ഷെ എല്ലാവരും വളരെ എളുപ്പത്തിൽ സെമി ഫൈനലിലേക്ക് കയറുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയാണ് ഇപ്പോൾ കാൽക്കുലേറ്റർ എടുത്ത് സെമിയിലോട്ട് ക്വാളിഫൈ ചെയ്യാൻ ഇന്ത്യയുടെ ജയം മാത്രം പോരാ, സൗത്ത് ആഫ്രിക്ക ജയിക്കണം എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇന്ത്യയുടെ സാധ്യതകൾ ഇന്ന് 3 മണി തൊട്ട് ആരംഭിക്കുകയാണ്. കളി 7 മണിക്കാണെങ്കിലും സൗത്ത് ആഫ്രിക്കൻ ആരാധകരായ എല്ലാ ഇന്ത്യ ആരാധകരും ഇന്നത്തെ വൈകിട്ട് 3 മണിക്കുള്ള മത്സരം തൊട്ട് തുടങ്ങും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഈ ഡബിൾ ഹെഡർ ഇന്ന് 2 മത്സരമുണ്ട്, വളരെ നിർണായകമായ 2 മത്സരങ്ങൾ. സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇന്ത്യക്ക് ജീവൻ മരണ പോരാട്ടങ്ങൾ ആണ്. അതിൽ എടുത്തു പറയേണ്ട ഒന്ന് ഹരി സൂചിപ്പിച്ചതുപോലെ ഇതൊരു സാധാരണ മത്സരം അല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ലോകകപ്പ് പോരാട്ടം ആണ്. അവിടെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിജയപ്രതീക്ഷയോടുകൂടി കളത്തിൽ ഇറങ്ങേണ്ടതായി വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.